ഈ ബോൾട്ട് കറങ്ങുന്നത് ഞാൻ കറക്റ്റ് നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് ഈ വേർഷൻ 4 തന്നെ ഫാൻ വാങ്ങിച്ച് വയ്ക്കാതെ R15 വേർഷൻ 3 പാനസോണിക്കിൻ്റെ വേറെ ഫാൻ വരുന്നുണ്ട്. BS6 മോഡലാണ്. ഈ ഹെഡ് തിരിച്ചു വെച്ചപ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോഴും ഈ പ്രാവശ്യം വെച്ചപ്പോഴും ആ ഒരു സ്റ്റോക്ക് ആ ഒരു ഗ്യാസ്കറ്റ് തന്നെയാണ് ഇട്ടത്. മറ്റേ വർക്ക്ഷോപ്പിലൊക്കെ അവർ വേറെ അനാബോണ്ടൊക്കെ യൂസ് ചെയ്യൂലേ, അതിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞുതരൂ. യൂസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ യമഹയുടെ വണ്ടികൾക്കെല്ലാം സെൻട്രൽ കേസിങ്ങിൽ പാക്കിങ് വരുന്നില്ല. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഗ്യാസ്കറ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടും. മിക്കുള്ള ഷോപ്പിലും എല്ലാവരും അനാബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് യമഹയിൽ തന്നെ ഒരു സിലിക്കോൺ പേസ്റ്റിനൊക്കെ ഒരു കിട്ടും. അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനാബോണ്ട് കണക്കല്ല, നമുക്ക് എവിടെ ഇതിൽ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കണമെങ്കിൽ പോലും ജസ്റ്റ് കൈ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് പക്കയായിട്ട് ക്ലീൻ ആവും. ഈ അനാബോണ്ട് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല ഹെഡ് പാക്കിങ്ങിൽ തേച്ചുകൂടാ. ഇതിൽ ജസ്റ്റ് ഇതിൻ്റെ പോയിന്റിലെല്ലാം ശകലം ഒന്ന് ഗ്രീസ് ഒരു നൈസിനെ തേച്ചങ്ങ് വിടുക, എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് വരില്ല. അതുമാത്രമല്ല ഇത് പുതിയ വണ്ടിയും കൂടെ ആയതുകൊണ്ട് റബ്ബർ അധികം ഹാർഡായിട്ടുമില്ല. ഹാർഡായി കഴിഞ്ഞാൽ ഈ പാക്കിങ് കമ്പൽസറി മാറണം, ഇല്ലാത്ത പക്ഷം മാറണമെന്ന് നിർബന്ധമില്ല. അപ്പം അത്യാവശ്യം കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇളക്കി കഴിഞ്ഞാൽ കമ്പൽസറി അത് മാറ്റണം. ഈ വണ്ടിക്ക് മാറ്റാത്തതിൻ്റെ റബ്ബർ വലുതായിട്ട് ഹാർഡായിട്ടുമില്ല, ലീക്ക് ആവില്ലെന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഞാൻ മാറ്റാത്ത. മാറ്റിവിടാൻ നല്ലതാണ്, പക്ഷേ ഇതെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാനിത് മാറ്റിയില്ല. പിന്നെ ഒരു പേസ്റ്റ് വയ്ക്കുന്നതിൻ്റെ വേറൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ മിനിമലായിട്ട് അടിക്കുക. വാരിക്കോരി അടിച്ചു കഴിഞ്ഞാൽ അത് പണി കിട്ടും. കാരണം മിനിമലായിട്ട് അടിച്ചാൽ പോലും അത്രയ്ക്ക് കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇത് ഉള്ളിലോട്ട് നമ്മൾ ഈ പല്ല് വെച്ചിട്ട് വാപ്പിളിക്കാത്തൊരു സിറ്റുവേഷൻ വരും. അതായത് ചുണ്ടത്തെല്ലാം പേസ്റ്റ് ഇരിക്കുന്നത് എനിക്ക് ഉള്ളിലോട്ട് പേസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എഞ്ചിനോട്ട് മിക്സായി പല പല ലൂബ്രിക്കേഷൻ പോകുന്ന ഒരു കുറച്ച് മൈന്യൂട്ട് ഹോൾസും കാര്യമുണ്ട്. ക്രാങ്കിൻ്റെ ഹോൾസ്, ഹെഡിലോട്ടൊക്കെ പല പല ഓയിൽ സർക്കുലേഷനുള്ള പാസേജുകളുണ്ട്. അത് ബ്ലോക്കായി എഞ്ചിൻ സീസാവും. മാക്സിമം അനാബോണ്ട് യൂസ് ചെയ്യാതിരിക്കുക. മാറേണ്ട പാർട്സുകൾ പാക്കിംഗ് ആണെങ്കിൽ മാറ്റി വിടുക, അതാണ് സേഫ്. 50 രൂപ ലാഭം നോക്കണേണ് ഇരട്ടി വള്ളിയാവണത്. ഇതിപ്പം നല്ല സോഫ്റ്റ് റബ്ബറാണ്, ഇത് ലീക്ക് വരില്ലെന്ന് എനിക്ക് ഉറപ്പുമാണ്. അതുമാത്രമല്ല ജസ്റ്റ് നൈസായിട്ട് ഗ്രീസിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്യാത്തതാണ്. ഇത് ഉറപ്പായിട്ട് ഇത് ലീക്ക് വരത്തില്ല. ഇതാണ് കേട്ടോ എൻ്റെ റേഡിയേറ്റർ. ഈ റേഡിയേറ്ററിൽ എനിക്കിപ്പോൾ ഇതിപ്പോൾ ഈ ഇരിക്കുന്ന ഫാന് രണ്ടാമത്തെ ഫാനാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ബൈക്ക് മേടിച്ച് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് ഫാൻ അടിച്ചു പോയി. പിന്നെ വാറണ്ടി അവരിപ്പോൾ ഈ രണ്ടാമത് ഈ ഒരു ഫാൻ വെച്ച് തന്നു. പക്ഷെ പിന്നെയാണ് അറിയുന്നത് എമയുടെ ഈ ഒരു സ്റ്റോക്ക് ഫാൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഇതും കൂടെ ഇനി കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ പാനസോണിക്കിൻ്റെ വേറെ ഫാൻ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എമയിൽ പോയി സ്റ്റോക്ക് ഫാൻ തന്നെ വെച്ചിട്ട് വലിയ കാര്യമില്ല, ഇത് പെട്ടെന്ന് പോകുന്നതാണ്. അതിനെക്കാട്ടിയും നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് ഈ വേർഷൻ 4 തന്നെ ഫാൻ വാങ്ങിച്ച് വയ്ക്കാതെ R15 വേർഷൻ 3 പാനസോണിക്കിൻ്റെ വേറെ ഫാൻ വരുന്നുണ്ട്. BS6 മോഡലാണ്. BS6 BS4 വേരിയൻറ്റിന് ഒരു ഫാൻ വരുന്നുണ്ട്. ആ ഫാൻ വെച്ചാൽ മതി. ആ ഫാൻ പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്നതല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫാൻ ഇതുപോലെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. ബൈക്കിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് കംപ്ലീറ്റ് ഊരിയ കേട്ടോ. ഇത് ഞാൻ ഊരിയ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു തുരുമ്പ് കണ്ടോ, ഈ തുരുമ്പ് കംപ്ലീറ്റ് നമുക്കൊന്ന് ജസ്റ്റ് കളഞ്ഞ് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 20,000 കിലോമീറ്റർ കടുപ്പിച്ചാകുമ്പോഴത്തേക്കും നമ്മുടെ എക്സോസ്റ്റ് പൈപ്പ് ഏകദേശം ഈ ഒരു രീതിയിലാവും. എൻ്റെ ഈ ബാക്കിലോട്ടൊന്നും വേറെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഫ്രണ്ട് ഏരിയ ഈ ഒരു ഉള്ള ഭാഗമൊക്കെ തുരുമ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാം. റേഡിയേറ്റർ താഴെ നമുക്കിതിൻ്റെ ഈ ഒരു കവറിങ് ഒക്കെ നമുക്ക് അഴിച്ചെടുത്തിട്ട് കംപ്ലീറ്റ് ഒന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ എക്സോസ്റ്റ് പൈപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വയ്ക്കാം. ഇപ്പോൾ എക്സോസ്റ്റ് പൈപ്പിൻ്റെ പുറത്തുള്ള കവറിങ്ങൊക്കെ നമ്മളിപ്പോൾ മാറ്റി. ഇപ്പോൾ ഈ പൈപ്പിൽ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിലൊക്കെ ഫുള്ള് റസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഏറ്റവും മെയിനായിട്ട് ഈ ഒരു ഹെഡർ പൈപ്പിൻ്റെ ഈ ഒരു ഏരിയയിലാണ് മെയിനായിട്ട് റെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഈ ടയർ എന്നുള്ള ചെളി കംപ്ലീറ്റ് ഇതിലോട്ട് ചൂടായിരിക്കുമ്പോൾ അടിച്ചടിച്ച് പെട്ടെന്ന് ഇതൊന്ന് റസ്റ്റ് കയറും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പിന് ഒരു 25,000 തൊട്ട് 28,000
25 to 28 ഇതിന് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് പൈപ്പാണ്. അപ്പം നമുക്കൊക്കെ സാലറി തന്നെ അത്രയും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ചിന്തിക്കുക. ഇതൊക്കെ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറിയേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സോസ്റ്റ് വയ്ക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എക്സോസ്റ്റ് കെയർ ചെയ്യണം. അപ്പോൾ കെയർ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്ക് സർവീസ് വരുന്ന സമയത്ത് ജസ്റ്റ് ഈ പൈപ്പ് അഴിച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പൈപ്പ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്, ക്ലീൻ ചെയ്ത് ചെയ്യുന്ന പെയിൻറ്റ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പെയിൻറ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പെയിൻറ്റാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തിൽ നമ്മുടെ സാന്താ പെയിൻറ്റ് ഹൗസിൽ ഇത് കിട്ടും. 400 rupees താഴെ മാത്രമേ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, കിടന്നോളും. അപ്പോൾ ഇതെനിക്ക് അവൻ സജസ്റ്റ് ചെയ്തൊരു പെയിൻറ്റാണ്. നമുക്ക് എന്തായാലും ഈ ഒരു പ്രാവശ്യം നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. യൂസ് ചെയ്തിട്ട് നമുക്കിത് പൊള്ളി ഇളകുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഉടനെ തന്നെ ഞാൻ അപ്ഡേറ്റ് തരാം. അങ്ങനെയൊന്നും വേറെ പ്രശ്നം വരില്ല. ഇത് യൂസ് ചെയ്തൊക്കെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു പെയിൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഇടയ്ക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സോസ്റ്റ് പൈപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം എക്സോസ്റ്റ് പൈപ്പ് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഈ ഒരു എക്സോസ്റ്റ് പൈപ്പ് കംപ്ലീറ്റ് ഒന്ന് സാൻഡ് പേപ്പറിന് ജസ്റ്റ് ഒന്ന് പിടിച്ച് ഈ ഒരു തുരുമ്പ് ജസ്റ്റ് ഒന്ന് കളയാം. അതൊക്കെ പിടിക്കുമ്പോൾ തന്നെ കാണാൻ നന്നായിട്ട് പൗഡർ പോലെ ഇറങ്ങി വരുന്നുണ്ട്. കളറാവുന്നത് കാണാം. ഇതിപ്പോൾ എക്സ്ട്രാ സ്വിച്ച് ചെയ്യല്ലേ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂടാ. ഇപ്പം വേറെ പൈമാർ ഇപ്പോൾ പുറത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറയൂ. ഹെഡ്ലൈറ്റിന് ഇതിന് കണക്ഷൻ പിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ LC ഒടിച്ചു പോകും. ലോകേഷ് കനകരാജ് അല്ല, ലൈറ്റ് കൺട്രോൾ യൂണിറ്റ്. ലൈറ്റ് സ്വിച്ചിന് ഇത് അസാഡിന്റെ പോയിന്റ് ആണ്. ഇതിന് 3 പോയിന്റ് വരും. ഒന്നില്ലെങ്കിൽ റിലേ ഇട്ട് കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റിലേ കൊടുക്കാതെ ഇജക്ട് ചെയ്തിട്ട് അത് പിടിച്ച് ലൈറ്റ് കൺട്രോൾ യൂണിറ്റിൽ ഡിമ്മിന്റെ കണക്ഷനിൽ കൊടുക്കാം. എന്നിട്ട് ഹെഡ്ലൈറ്റ് അത് അസാഡിനോട് സ്വിച്ച് വെച്ചാലും മതി. അല്ല, ഇവിടെ ഒരു ഹെഡ്ലൈറ്റിന് സ്വിച്ച് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, അസാഡ് ഇതായിട്ടിരുന്നോളൂ. പിന്നെ നിനക്ക് ആ ടൈമിൽ എനിക്ക് ഈ ഒരു ഐഡിയ വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് അസാഡ് ഇളക്കിയിട്ടിട്ട് ഇവിടെ ഹെഡ്ലൈറ്റിന് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കാണാനിടയായി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. പിന്നെ എനിക്കിത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ഇതൊരു അസാഡിനൊരു മാർക്കിങ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ അസാഡിന് കണക്ഷൻ കൊടുക്കാൻ നേരത്തായാലും നമുക്ക് ഇൻഡിക്കേറ്ററിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നിന്ന് പോയിന്റ് എടുക്കണ്ട, എല്ലാം സ്റ്റോക്കിൽ നിന്ന് തന്നെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പ്ലഗ് ആംപ്ലി അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഹെഡ്ലൈറ്റ് മാത്രം കെയർഫുൾ ആയിട്ട് ചെയ്യണം. നോക്കി ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പോലും കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു 5000 രൂപ പൊട്ടും, 5000 അല്ലെങ്കിൽ 8000 രൂപ പൊട്ടും. എടാ ഇതിൻ്റെ ഇത് കാണോ, ഈ ബോൾട്ട് കറക്കണം ഞാൻ കറക്റ്റ് ഇത് സ്മൂത്തായിട്ട് കയറിപ്പോയിട്ട് കുറച്ച് കാലായിട്ട്. ഇപ്പം എക്സോസ്റ്റ് പൈപ്പിൻ്റെ കളർ കണ്ട സെറ്റായി. ഈ സെൻസറിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഓട്ടോ സെൻസർ എന്ന് പറയും. ചില വേരിയന്റിൽ ഇതിന്റെ പേര് ഓട്ടോ സെൻസർ എന്നാണ്. ചില വേരിയന്റിൽ സിംഗിൾ ആയിരിക്കും പറഞ്ഞത്. ഓട്ടോ സെൻസർ പല ടൈപ്പിലുണ്ട്. DS4 വണ്ടിക്കൊക്കെ ഒറ്റ പോയിന്റാണ്, ഒറ്റ വയറേ വരെയുള്ളൂ. അതിൽ ഗ്രൗണ്ട് കേട്ടൊന്ന് കണക്റ്റഡ് ആയിരിക്കും. 2 വയർ വരുന്ന ഓട്ടോ സെൻസറുണ്ട്, 3 വയർ വരുന്നുണ്ട്, 4 വയർ വരുന്നുണ്ട്. 4ന് മേലോട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ 2 എണ്ണം വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ കുറച്ചും കൂടെ കറക്റ്റ് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയാണ്. കാരണം കത്തിപ്പോകുന്നതിന് കാറ്റലേറ്റ് കൺവെർട്ടറിൽ കൂടെ കയറി എത്ര കാർബൺ മോണോക്സൈഡ് ആയിട്ട് എത്രയാണ് പോകുന്നതെന്ന് വാല്യൂ എടുക്കാനും കൂടിയാണ് 2 എണ്ണം വെച്ചേക്കണം. എൻ്റെ ഊഹം വെച്ചിട്ട് ഇത് ഒരെണ്ണത്തിന് 4000 രൂപ എന്തോ വിലയുണ്ട്. ഇത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും വാണിംഗ് അടിക്കും, പിക്കപ്പും കാര്യങ്ങളൊക്കെ കുറയും. ഞാനിപ്പോൾ ഈ ഒരു ബൈക്കിൽ ബാക്കിൽ പാഡ് ഇട്ടിരിക്കുന്നത് ഒരു 350 രൂപ വില വരുന്ന ഒരു പാഡാണ് ഈ കാണുന്നത്. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടാണ്. പക്ഷേ ഈ പാഡ് പോരാ കേട്ടോ, അതുകൊണ്ട് നമ്മളിത് മാറുകയാണ്.
ഇത് മാറിയിട്ട് ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം അതേ ബ്രാൻഡിൻ്റെ തന്നെ നിക്കാവിയുടെ സിൻറ്റേഡ് പാഡാണ് കേട്ടോ. ഈ പാഡാണ് നമ്മളിനിപ്പോൾ ബാക്കിൽ ഇടാൻ പോകുന്നത്. വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് റേറ്റ് വരുന്നത് ഒരു അണ്ടർ 800 ആണ്. 700 സംതിങ്ങിന് ഈ പാഡ് കിട്ടും. ഇത് വലിയ കുഴപ്പമില്ലാത്ത പാഡെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ ഇനി വരുന്ന വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം.